പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന തിരുവചനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അപ്പോൾ അവൻ നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരയണമേ എന്ന് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തേജസ് കാണാൻ ആഗ്രഹിച്ച് അപേക്ഷിക്കുന്ന മോശയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് നമ്മൾ 13-ാം വാക്യവും 15-ാം വാക്യവും ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 13-ാം വാക്യത്തിൽ മോശ യഹോവയുടെ വഴി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം അപേക്ഷിക്കുന്നു. ഇന്ന് ചിന്തിക്കുന്നത് അവൻ്റെ തേജസ് കാണണം, അതിനായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ മോശ അറിയുവാനും അനുഭവിക്കുവാനും കാണുവാനുമായി ആഗ്രഹിച്ച് അപേക്ഷിക്കുന്നു. ഈ അധ്യായത്തിൽ മോശ യഹോവയായ ദൈവം ചോദിച്ചതെല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിക്കനായ മോശയെ കൊണ്ട് ദൈവത്തിൻ്റെ ചരിത്രം എഴുതിച്ചതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം മുതൽ പഞ്ചഗ്രന്ഥങ്ങൾ, സങ്കീർത്തനമൊക്കെ മോശ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കും ഈ മോശയെ പോലെ ദൈവത്തിൻ്റെ വഴികളെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ആഗ്രഹിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇനി ദൈവിക തേജസ് കാണുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും ആ സാന്നിധ്യം അനുഭവിപ്പാനും ആ വഴിയിലായിരിക്കുവാനും ആ തേജസ് കാണുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മളെ നിശ്ചയമായും എടുത്ത് ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാതെ നമ്മളിലുള്ളതായ പാപങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളതേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് കൂടുതലായി അടുത്ത് ജീവിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ മോശ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറിയതുപോലെ നമ്മളും നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹിതരായി മാറുവാനിടയായിത്തീരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. അതിൽ പരം ജീവിതത്തിൽ മറ്റൊരു ഭാഗ്യം നമുക്കില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമോ സമാധാനമോ ഒന്നും ലഭിക്കത്തില്ല. എന്നാൽ ദൈവിക സാന്നിധ്യമുണ്ടെങ്കിൽ, ആ തേജസ് കണ്ടാൽ, ആ വഴിയിൽ നടന്നാൽ നിത്യതയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ തക്കണ്ണം സാധിക്കും. അവിടെ നമുക്ക് നിത്യാനന്ദം അനുഭവിപ്പാനും എപ്പോഴും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനും ദൈവത്തോട് കൂടെ വസിക്കുവാനും നമുക്ക് ഇടയായിത്തീരും. ദൈവം അതിനായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് അങ്ങനെ ആയിത്തീരാം. ഈ 2025 നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന വർഷമായി മാറട്ടെ. അതിനായി നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായവങ്കൽ നീ ഇന്ന്. കൈക്കൊള്ളാതെ തള്ളും എന്ന് ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ
യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായവങ്കൽ നീ ഇന്ന്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതം മുതൽ ഇതുവരെയും കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി നന്ദി. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ കർത്താവിൻ്റെ പാദപിടുത്തിലേറ്റ് ഞങ്ങൾ കടന്നു വരുന്നപ്പാ, ഈ നല്ല രാത്രികാലം ഞങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും തരണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളെയൊക്കെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കണമേ. സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങുവാൻ ഇടയാക്കുമാറാകണമേ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ സ്വർഗം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗബ്രിയേൽ, മിഖായേൽ ദൂതഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുകളുമായി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മാലാഖമാരാൽ ഞങ്ങളെ വലയം ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അത്യുന്നതൻ്റെ മറവിലൊന്നായിരിക്കട്ടെ, സർവശക്തിയുടെ നിഴലിൻ കീഴിലായിരിക്കട്ടെ അപ്പ. ഉറങ്ങി ഉണർന്ന് തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഞങ്ങളെല്ലാം സഹായിക്കണം. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗക്കിടക്കകളിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയപ്പ. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ, പൂർണ്ണ സൗഖ്യം കൽപ്പിക്കണേ അപ്പ. ഉണർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സഹായിക്കണം. പലവിധ വേദനകൾ, ഭാരങ്ങൾ, കഷ്ടങ്ങൾ, വേർപാടിൻ്റെ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും പേരുപേരായി സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളുടെയും മേൽ വെച്ച് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാദപിടുത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് മേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.